വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച ഇനിയും തിരിച്ചറിയാത്ത ആളുകളുടെ സംസ്കാര ചടങ്ങാണ് ഇപ്പോൾ പുത്തുമലയിൽ പുരോഗമിക്കുന്നത്. 2 മൃതദേഹങ്ങളും 4 ശരീരഭാഗങ്ങളുമാണ് സംസ്കരിക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ. അതിലേക്ക് തത്സമയം. നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തുനിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആശ്രിതല്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാക്കളെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാക്കളുടെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബഹുമാനി അവരുടെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരത്തിലേക്ക് കടക്കുന്നു. മേപ്പാടി മഹല്ല് സെക്രട്ടറി അലിമാഷ് ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് യാത്രാ വഴി നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവർക്ക് സ്വർഗം നൽകി സന്തോഷ ജീവിതം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവരുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഭാഗത്ത് നിന്ന് ഉള്ളിലുള്ളവർ മുഴുവൻ ഒന്ന് മാറി നിൽക്കണം. സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ജില്ലാ ഭരണകൂടം, പൊതുസമൂഹം എല്ലാവരുടെയും അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ആദ്യമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരയ്ക്ക.
പ്രാർത്ഥന പൂർത്തിയായിരിക്കുകയാണ്. പുത്തുമലയിൽ അന്ത്യവിശ്രമം കൊള്ളാനായി എത്തുന്നവരാണ്. ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ ഏറ്റെടുത്ത സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇന്നിപ്പോൾ 2 മൃതദേഹവും 4 ശരീരഭാഗങ്ങളുമാണ് അവിടെ പൂർണ്ണ ബഹുമതികളോടെ സംസ്കരിക്കുന്നത്. ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട്. പുത്തുമലയിൽ നിന്ന് ദീപക് മലയമ്മ, കൂട്ടക്കുഴിമാടങ്ങളിലേക്ക് തിരിച്ചറിയപ്പെടാത്ത മനുഷ്യർ അക്കങ്ങളായി മടങ്ങുന്നതാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കണ്ടത്. 3-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ എണ്ണം കുറഞ്ഞു വരുന്നു. എന്നാൽ എല്ലാ ആചാരപ്രകാരവും അവർക്ക് ഉചിതമായ ആദരവ് നൽകിക്കൊണ്ടാണ് അവരെ മടക്കയാത്രയ്ക്കായി തയ്യാറാക്കുന്നതല്ലേ? ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുജയ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ മനുഷ്യരൊന്നും അറിഞ്ഞുകൊണ്ട് ഒരു ദുരന്തത്തിൻ്റെ മുൻവശത്തേക്ക് ചെന്ന് കയറിയവരല്ല. അവരെ അവിചാരിതമായി സംഭവിച്ച ഒരു കാര്യം, അതേ തുടർന്ന് ജീവൻ പൊലിഞ്ഞു പോയ മനുഷ്യർ. പലരെയും നമുക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പോലും പറ്റാതെ പോകുന്ന അവസ്ഥ. ആ ഘട്ടത്തിൽ അവർക്കൊരു യാത്രയപ്പ് നൽകുക എന്നുള്ളത് അത് ഏറ്റവും മാന്യമായിരിക്കണമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ആ അർത്ഥത്തിൽ തന്നെയാണ് സർവ്വമത പ്രാർത്ഥനയോടുകൂടിയും ഒപ്പം തന്നെ കേരള സംസ്ഥാന പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയും തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പുഷ്പചക്രം ഉൾപ്പെടെ നൽകിയുമൊക്കെ അവരെ യാത്രയാക്കുന്നത്. ഏറ്റവും വേദനാജനകമായ കാര്യം എന്നല്ലാതെ പറയാൻ സാധിക്കുകയില്ല. ഈ മനുഷ്യരെല്ലാം ഒന്നു ചേർന്ന് ഈ ആളുകളെ യാത്രയാക്കുകയാണ്. അവർക്ക് അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ചുരൽമലയുടെയും മുണ്ടക്കൈയുടെയും ഒക്കെ മേഖലകളിൽ സർവ്വരുമായി ചേർന്ന് നിന്നുകൊണ്ട് പോയിരുന്ന മനുഷ്യരാണ്. അതിൽ പലരും ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പലരും മണ്ണിനടിയിലേക്ക് മറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലൊക്കെ എത്തിയിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിൽ തന്നെയാണ് ഈ നാട് ഒന്നടങ്കമുള്ളത്. ഇതിനു മുൻപൊന്നും നമ്മൾ ഇത്രമേൽ ഭീതിതമായ സാഹചര്യം കാണേണ്ട അവസ്ഥയുണ്ടായിട്ടില്ല. പല ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. പക്ഷേ ചുരൽമലയും മുണ്ടക്കൈയും ഒക്കെ നൽകിയിരിക്കുന്ന വേദന എന്ന് പറയുന്നത് അത് എത്രത്തോളമാണ് എന്നുള്ള കാര്യത്തിൽ അറിയണമെങ്കിൽ ആ മേഖലയൊന്ന് സന്ദർശിച്ചാൽ മതി. അതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്ന ആ കാഴ്ചകളൊന്ന് കണ്ടാൽ മാത്രം മതിയാകും. അത് ഊരും പേരുമൊക്കെ അറിയാത്ത മനുഷ്യർ, ആ ഊരും പേരുമൊക്കെ തിരിച്ചറിയാൻ കഴിയാതെ പോയ മനുഷ്യരെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. ആ കുഴിമാടത്തിനരികിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അങ്ങനെ ആ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകുകയാണ്. ഈ കഴിഞ്ഞ ഇത്രയും ദിവസത്തിനകം 176 ശരീരഭാഗങ്ങളാണ് പുത്തുമലയിലെ പ്രത്യേകം സജ്ജീകരിച്ച ശ്മശാനത്തിലേക്ക് എത്തിച്ച് മറവ് ചെയ്തിട്ടുള്ളത്. 39 മൃതദേഹങ്ങൾ 39 പൂർണ്ണ മൃതദേഹങ്ങൾ കൂടി സംസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ മനുഷ്യരെ ഒക്കെ കണ്ടുകിട്ടിയ ഘട്ടം മുതൽ അവരെ തിരിച്ചറിയാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ശ്രമങ്ങളിൽ പലതും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. DNA ടെസ്റ്റിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അങ്ങനെയൊക്കെ കാത്തിരിക്കുകയാണ്. പക്ഷേ ആ ക്യാമ്പിനകത്ത് നിന്ന് തങ്ങളുടെ ഉറ്റവരെ തേടി വിലപിച്ചിരിക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു വ്യക്തത കിട്ടാത്ത സാഹചര്യമുണ്ട്. എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് മാത്രമുള്ള പ്രതീക്ഷയിൽ കഴിയുന്ന കുറേയേറെ മനുഷ്യരുണ്ട്. അങ്ങനെ ഉള്ള മനുഷ്യരുടെ ഇടയിലാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ കൂടി നടക്കുന്നത് എന്നുള്ള ഏറ്റവും വേദനാജനകമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതിന് സമാനമായി തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നേരത്തെ തന്നെ പ്രത്യേകം കുഴിമാടങ്ങൾ ഇവിടെയൊക്കെ സജ്ജീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങിലേക്ക് കടക്കുന്നത്. നമ്മൾ പുത്തുമലയിലേക്ക് എത്തുന്നതിന് മുൻപ് ചൂരൽമലയിലും മുണ്ടക്കൈയിലുമൊക്കെ പോയതിന് ശേഷമാണ് ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ തന്നെ വളരെ കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം വേദനയാണ് ഈ പ്രദേശത്ത്, ഈ മേഖലയിൽ തളം കെട്ടി കിടക്കുന്നതെന്ന്. അതിനുള്ള പ്രധാന കാരണം ഒരു രാത്രിയിൽ ഉണ്ടുറങ്ങി കിടന്നവരാണ്. നാളെ ഉണരാൻ കൊതിച്ചവരാണ്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഉണ്ടായിരുന്ന മനുഷ്യരാണ്. നമ്മളെപ്പോലെ തന്നെ നാളെക്കുറിച്ച് ചിന്തകളുണ്ടായിരുന്നവരാണ്. ആ ചിന്തകളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തല്ലിയുടയ്ക്കപ്പെട്ടവരാണ്. ആ മനുഷ്യർ ഇങ്ങനെ യാത്രയാകുമ്പോഴുണ്ടാകുന്ന വേദനയുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ചൂരൽമലയിലെത്തി പല മനുഷ്യരെയും കാണുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം ആ നാട് എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളതാണ്. വളരെ ഒത്തൊരുമയോടുകൂടി ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പോലീസുകാരെ പോലും ആ മേഖലയിലേക്ക് എത്തിക്കേണ്ട സാഹചര്യം ഒരുക്കാതെ എല്ലാ തരത്തിലും ഒരുമയോടുകൂടി മാത്രം നിന്നിരുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. പരസ്പരം അറിയാത്തവരായി അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റ വഴിയിലൂടെ പകൽ ഒരുപോലെ കടന്നു പോയിരുന്ന മനുഷ്യരാണ്. പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആത്മബന്ധമുണ്ടായിരുന്നവരാണ്. അവരാണിപ്പോൾ ഇങ്ങനെ ഛിന്ന ഭിന്നമായി പേരറിയാത്ത വിധത്തിൽ ഊരറിയാത്ത വിധത്തിൽ മാറിപ്പോയിരിക്കുന്നത്. കേവലം സർക്കാർ ഇട്ട് നൽകുന്ന ഒരു നമ്പറിലേക്ക് ഒതുക്കപ്പെടുന്നത് അപ്പോഴും ആ വേദന ആ അർത്ഥത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ നാട്ടിലേക്ക് അതിജീവിച്ച്
പുത്തുമലയിൽ ഇപ്പോൾ ഓരോ കുഴിമാടങ്ങളിലായി സംസ്കാരം നടക്കുകയാണ്. ഒരുമിച്ച് മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒപ്പം ചൂരൽമലയിലും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യരിൽ പലരുമാകാം ചിതറിത്തെറിച്ച നിലയിൽ പലയിടങ്ങളിൽ നിന്നും കിട്ടിയ ഈ ശരീരഭാഗങ്ങളുടെ ഉടമകൾ. അവരെ ഇപ്പോൾ ഓരോ കുഴിമാടങ്ങളിലായി അടക്കം ചെയ്യുകയാണ്. പുത്തുമലയിലെ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിൻ്റെ ഭൂമിയാണ് ജില്ലാ കളക്ടർ ഏറ്റെടുത്തത്. അവിടെയാണ് അവർക്കിപ്പോൾ അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. മൃതദേഹത്തിൻ്റെ പുറത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ നമ്പർ തന്നെ ഏത് സ്ഥലത്തു നിന്നാണ് ഈ മൃതദേഹം കിട്ടിയത് എന്നത് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ DNA പരിശോധന നടത്തിയതിൻ്റെ സാമ്പിൾ നമ്പർ അതുകൂടി രേഖപ്പെടുത്തിയാണ് അടക്കം. ഉറ്റവരും ഉടയവരുമൊക്കെ മണ്ണിട്ട് മൂടി സംസ്കരിക്കേണ്ട ചടങ്ങുകൾക്ക് അവരെ തിരിച്ചറിയാത്തതിനാൽ അതിനൊന്നും സാധിക്കുന്നില്ല. അപ്പോഴും പൂർണ്ണ ബഹുമതികളോടെ നമുക്കവിടെ MLA ടി സിദ്ദിഖിനെ കാണാം. ജനപ്രതിനിധികളുണ്ട്, മന്ത്രിമാരടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയിരുന്നു. ഒപ്പം ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരുണ്ട്. എല്ലാ ആളുകളും ചേർന്നാണ് തിരിച്ചറിയാത്തവരൊക്കെ ആരുടെയൊക്കെയോ ഉറ്റവരാണ് എന്ന ഒരേ ബോധ്യത്തോടു കൂടിയാണ് ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും ചേർന്ന് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിലേക്ക് അവർ മടങ്ങുമ്പോൾ അവർക്ക് എല്ലാ ആദരവും നൽകിയാണ് യാത്രയയക്കുന്നത്. ഓരോ ശരീരഭാഗത്തെയും ഒരു മൃതദേഹമായി പൂർണ്ണദേഹമായി സങ്കല്പിച്ചുകൊണ്ടാണ് അവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് യാത്രാമൊഴിയേകുന്നത്. 3-ാമത്തെ ദിവസമാണ് നമ്മുടെ മുന്നിലേക്ക് ഈ കാഴ്ചകൾ എത്തുന്നത്. കണ്ട് മരവിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിൽ ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട്. ദീപക് മലയമ്മ, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഓരോ ദേഹഭാഗവും അത് ഒരു മൃതദേഹമായി കണക്കാക്കിക്കൊണ്ട് പൂർണ്ണമായി ആദരവോടുകൂടി അവരെ യാത്രയാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാരടക്കമുള്ളവരുണ്ടായിരുന്നു. ഇന്ന് ആരൊക്കെയാണ് അവർക്ക് യാത്രാമൊഴിയേകാൻ അവിടെ എത്തിയിരിക്കുന്നത്? സുജയ, നേരത്തെ തന്നെ സർവ്വമത പ്രാർത്ഥനയുൾപ്പെടെ ഉണ്ടായി. പുത്തുമല മഹലിലെ ഉൾപ്പെടെയുള്ള ആളുകളെത്തി. വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള മറ്റ് ആചാര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഈ മേഖലയിലേക്ക് എത്തി. അവർക്ക് പ്രാർത്ഥനാപൂർവ്വം തന്നെ മടക്കയാത്ര ഒരുക്കുകയാണ്. നേരത്തെ തന്നെ ടി സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവർക്ക് വേണ്ട മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. പുഷ്പചക്രം ഉൾപ്പെടെ അർപ്പിച്ച് പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ നൽകിയതിന് ശേഷമാണ് അവസാന യാത്രയിലേക്ക് അവരെ വിടുന്നത്. പുത്തുമലയിൽ പ്രത്യേകം ക്രമീകരിച്ച ശ്മശാനത്തിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് 6 മൃതദേഹങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. 6 മൃതദേഹങ്ങൾ ഒരേ സമയം തന്നെ മണ്ണിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത്. തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത വിധത്തിൽ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ദിവസത്തെ തെരച്ചിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടെടുത്ത മനുഷ്യർ കൂടിയാണ് ഇപ്പോൾ മണ്ണിലേക്ക് മടങ്ങുന്നത്. അത്രമേൽ സ്വപ്നങ്ങളുണ്ടായിരുന്ന, അത്രമേൽ ആഗ്രഹങ്ങളുണ്ടായിരുന്ന, പ്രതീക്ഷകളുണ്ടായിരുന്ന ഒരുപറ്റം മനുഷ്യരെ ഈ പുത്തുമലയിലെ ഈ ശ്മശാനത്തിൽ ഒരേ മേഖലയിൽ അടയ്ക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾക്ക് സമാനമാണ്. ആദ്യഘട്ടങ്ങളിൽ അല്പമെങ്കിലും ആശ്വാസകരമായ സാഹചര്യമെന്ന് പറയുന്നത് ഒരു പൂർണ്ണദേഹം എന്നുള്ള നിലയിലെങ്കിലും കണ്ടെത്താൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അതും മാറിയിരിക്കുന്നു. കേവലം ശരീരഭാഗങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടാകുന്നു. ചാലിയാറിൻ്റെ കരകളിൽ നിന്നും ഒപ്പം തന്നെ മീൻമുട്ടിയുടെയും ഒക്കെ മേഖലകളിൽ നിന്നുമൊക്കെ ഇന്നും മനുഷ്യരെ കണ്ടെത്തേണ്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. അവരെ കണ്ടെത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഐഡൻറ്റിഫിക്കേഷനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നിരന്തരം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അത്തരം സാധ്യതകൾ പോലും ഇല്ലാതെയായി പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ ഏറ്റവും വേദനാജനകമായ കാഴ്ച എന്നല്ലാതെ ഒന്നും പറയാൻ സാധിക്കില്ല. അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത് പോലും ഇവിടെ നിന്നോ എത്തിയിരിക്കുന്ന കുറേയേറെ മനുഷ്യരാണ്. പക്ഷേ അവരെല്ലാം തങ്ങളുടെ ഉറ്റവർ എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ മനുഷ്യരെല്ലാം യാത്രയാക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ഏറ്റവും വരെ യാത്രയാക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത് അത്രമേൽ കരുതലോടുകൂടി തന്നെ, അത്രമേൽ സ്നേഹത്തോടുകൂടി തന്നെയാണ് ഓരോരുത്തരും ആ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. സന്നദ്ധ പ്രവർത്തകരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവരാരും തന്നെ ഇത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. തങ്ങൾ മണ്ണിനടിയിലേക്ക് അങ്ങനെ പ്രാർത്ഥനാപൂർവ്വം പറഞ്ഞയക്കുന്നത് ആരെയാണെന്ന് അവരെ സംബന്ധിച്ച് ധാരണയില്ല. അത്തരം ധാരണകളൊന്നുമില്ലെങ്കിൽ പോലും കൃത്യമായി ഒരു കാര്യത്തിൽ അവർക്ക് ബോധ്യമുണ്ട്. ഈ മനുഷ്യർക്ക് അർഹമായ യാത്രയപ്പ് തന്നെ നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ യാത്രയപ്പ് നൽകുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യവും. ഒരേ സമയമാണ് 6 മൃതദേഹങ്ങൾ ഈ മണ്ണിനടിയിലേക്ക് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മേപ്പാടിയിലെ ആശുപത്രി മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്ന ഘട്ടം മുതൽ തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർണ്ണ സജ്ജമായതിനു ശേഷമാണ് മൃതദേഹങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പിന്നീട് പെട്ടെന്ന് തന്നെ ചടങ്ങുകൾ പൂർത്തിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറാണ് ആദ്യമുണ്ടായത്. അതിനുശേഷം തന്നെ സർവ്വമത പ്രാർത്ഥന
നടന്നു. 3 മതവിഭാഗങ്ങളെ പ്രതികരിച്ചുകൊണ്ടുള്ള ആളുകൾ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മൃതദേഹം മാറ്റി. കൂടുതൽ സമയം വെച്ച് നിൽക്കുക എന്ന് പറയുന്നതും സാധ്യമല്ലാത്ത കാര്യമാണ്. ഇത്രമേൽ ദിവസം പിന്നിട്ടിരിക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് അത്ര സമയം വീണ്ടും സൂക്ഷിക്കുക എന്ന് പറയുന്നത് സാധ്യവുമല്ല. പക്ഷേ ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ആരുടെയും ഉറ്റവരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്, തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടേതെന്ന് പറഞ്ഞ ഈ മേഖലയിലേക്ക് ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ ഇരുഭാഗങ്ങളിലായി നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഒരു ഭാഗത്ത് തിരിച്ചറിയാത്ത 6 മൃതദേഹങ്ങൾ, അതിൽ 2 പേരുടേത് മാത്രമാണ് പൂർണ്ണമായ ദേഹം കിട്ടിയത്. 4 ശരീരഭാഗങ്ങളാണ്. സർവ്വമത പ്രാർത്ഥനയോടെ ഇപ്പോൾ പുത്തുമലയിൽ അവ അടക്കം ചെയ്യുകയാണ്. വയനാട് ഉരുൾപൊട്ടലിന്റെ 9ാം ദിനമാണിത്. സൺറൈസ് വാലി, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. സൺറൈസ് വാലിയിൽ കമാൻഡോ സംഘം നടത്തിയ പ്രത്യേക പരിശോധനയിൽ 3 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. അവ ആശുപത്രിയിലേക്ക് മാറ്റി. പുഞ്ചിരിമട്ടത്തെ പരിശോധന അവസാന ഘട്ടത്തിലാണ്. തിരച്ചിലിനിടെ ദുർഗന്ധം അനുഭവപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന ഇപ്പോൾ തുടരുകയാണ്.